ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ച സത്യം എല്ലാം നമ്മുടെ നികേഷ് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് അവൻ്റെ അമ്മ വേറെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും സുഭാഷ് ഏട്ടൻ്റെയും അമ്മ വേറെയും ഈ സത്യം അവൻ അറിയാണ് കേട്ടോ. അതും യാദൃശികമായിട്ട് ഇവർ ഫോട്ടോ തിരയുന്ന സമയത്താണ് ഫോട്ടോസ് കിട്ടുന്നതും പിന്നീട് അങ്ങോട്ട് സത്യങ്ങൾ അറിയാണ്. ഭാസ്കരനാണ് ഈ സത്യം അവനോട് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുകയാണ് കേട്ടോ വീട്ടിൽ. ഈ ഒരു സത്യം അറിഞ്ഞതോടുകൂടി നികേഷ് ആകെ മറ്റൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അവനാകെ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയാണ്. ഇത്രയും കാലം തന്നെ പൊന്നു പോലെ കൊണ്ട് നടന്ന് ഇവർ തൻ്റെ ആരുമല്ല എന്നുള്ളൊരു സത്യം അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ മനസ്സാകെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. ഹരീഷ് ആണെങ്കിൽ നികേഷിനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് എടാ വാടാന്നൊക്കെ. പക്ഷേ നികേഷ് അവൻ്റെ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ നിസ്സഹായനെ പോലെ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം അവൻ അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതും നികേഷ് ഈ കാര്യം എങ്ങനെ എടുക്കും എല്ലാം ഓർത്ത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ സുഭാഷ് ഏട്ടൻ. നികേഷ് ആണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ പറ, നിങ്ങളുടെ അമ്മയല്ലേ എൻ്റെ അമ്മ, പിന്നെ എന്തിനാ ഇത്രയും കാലം എന്നോട് ഈ സത്യം മറച്ചു വെച്ചത്? അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ സുഭാഷ് ഏട്ടന് കൊടുക്കാനൊരു മറുപടി ഇല്ല. അപ്പോഴേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, അതേടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിൻ്റെ അമ്മ വേറെയാണ്. അവരുടെ അമ്മ, അവരുടെ കൂടെ ഫോട്ടോ എടുത്ത കണ്ടില്ലേ, അവളാണ് ശാന്തി, അതാണ് ഇവരുടെ അമ്മ. നിൻ്റെ കൂടെ ഫോട്ടോ എടുത്തതാണ് നിൻ്റെ അമ്മ. നിനക്കെന്താടാ മനസ്സിലാവുന്നില്ലേന്ന്. അത് പറഞ്ഞു കഴിഞ്ഞതും സുധീഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ ദേഷ്യത്തോടു കൂടി ഭാസ്കറിനെ അടുത്തേക്ക് പോയിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നിധി വിളിക്കുന്നുണ്ട്, സുധീഷെ എല്ലാവരും അവനൊന്ന് പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ തല്ലുന്നില്ലേന്ന്. സുധീഷാണെങ്കിൽ ആ ഒരു വിളിയിൽ അടിക്കാൻ പോയ കയ്യോ അവിടെ തന്നെ വെച്ച് നിൽക്കുകയാണ്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്കെന്താ തീരെ ബോധമില്ലേ? ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ആരോടാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടില്ലേ? സുധീഷ് ദേഷ്യത്തോട് അങ്ങനെ പറയുമ്പോൾ ഭാസ്കറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നിന്റെ ഭാവം കണ്ടാൽ തോന്നുമല്ലോ ഇവിടെ ഭൂമി പിളർന്ന് രണ്ടായെന്ന്. അപ്പോൾ സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളെന്തിനിപ്പോൾ അവനോടത്ത് പറയാൻ പോയത്? ഇത്രയും കാലത്ത് രഹസ്യമാക്കി വെച്ച കാര്യമില്ലായിരുന്നോ? നിങ്ങൾക്ക് 2 ഭാര്യയിൽ കുട്ടികളുണ്ടായത് നാണക്കേടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയാണോ? ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇത്രയും കാലം ഒന്നും അവൻ അറിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ അവനെ നിങ്ങൾ അറിയിച്ചേ? അത് കേട്ടപ്പോൾ ഭാസ്കറിന് നല്ല ദേഷ്യം വന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാനാണോ അറിയിച്ചത്? ഞാനാണോ? നീ കേട്ടില്ലേ അവൻ എന്നോട് ചോദിക്കുന്നത്? എൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? അവൻ അറിയേണ്ട, അത് അവൻ്റെ അവകാശമല്ലേ. അവൻ്റെ അമ്മ ആരാന്ന് അറിയാനുള്ള അവകാശം അവനില്ലേ. അതെന്തായാലും ഒരു കാലത്ത് അവൻ അറിയല്ലോ. ഇപ്പം നേരത്തെ അറിഞ്ഞു, ഇനിയിപ്പോൾ എന്താ? അത്രയും ലാഘവത്തോടു കൂടിയാണ് കേട്ടോ ഭാസ്കരൻ സംസാരിക്കുന്നത്. ഇതെല്ലാം ഒരു ചെറിയ പ്രശ്നം, ആ ഒരു രീതിക്കാണ് ഭാസ്കരൻ സംസാരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ബാക്കിയുള്ളവർക്ക് ദഹിക്കുന്നേ ഇല്ല. നികേഷ് ആണെങ്കിൽ ആ ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് കേട്ടതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ഭാസ്കരൻ വീണ്ടും പറയാണ് കേട്ടോ, നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ ഷർട്ടിനെ അവൻ കുത്തിപ്പിടിച്ചത്? അതെന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച എന്തും പറയാമെന്നാണോ? അതേടാ ഞാൻ പറയൂടാ. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളോട് ആരാ ഫോട്ടോ അവനെ കാണിക്കാൻ പറഞ്ഞത്? അത് കണ്ടാൽ അവൻ എന്തായാലും ചോദിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ. എന്നിട്ട് എൻ്റെ മെക്കെട്ടിക്ക് കയറാൻ വന്നിരിക്കുന്നു എല്ലാവരും. ഭാസ്കരൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാസ്കരനോട് തിരിച്ചൊന്നും പറയാനില്ല കേട്ടോ ആർക്കും. ഭാസ്കരനാണെങ്കിൽ അപ്പോൾ തന്നെ തൻ്റെ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോവാണ് കേട്ടോ. നികേഷ് ആണെങ്കിൽ വീണ്ടും വന്നിട്ട് ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടനോട്, സുഭാഷ് ഏട്ടാ അപ്പം എൻ്റെ അമ്മയല്ലല്ലേ നിങ്ങളുടെ അമ്മ? അത് കേട്ടപ്പോൾ സുഭാഷ് ഏട്ടൻ ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, എടാ മോനെ ഞങ്ങളുടെ അമ്മ തന്നെയാണ് നിൻ്റെ അമ്മ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തിനായിട്ട് എന്നോട് വീണ്ടും കള്ളം പറയുന്നത്? എനിക്കെല്ലാം മനസ്സിലായി. എന്നോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? എന്തൊരു വലിയ രഹസ്യമാണത്, എന്തിനാ എൻ്റെ അടുത്ത് ഇത് മറച്ചു വെച്ചത്? എനിക്കറിയാം, ഇപ്പോൾ സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ ആരുമല്ല. എൻ്റെ അമ്മ വേറെ, നിങ്ങളുടെ അമ്മ വേറെ. അത് കേട്ടപ്പോൾ ബാക്കി 3 പേരും ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. കൂടെ നിധിയും ഉണ്ട്. ഹരീഷ് ആണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട്, എടാ നികേഷ് വിടടാ അത്. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ എങ്ങനെ വിടാനാണ് ഈ കാര്യം? എന്തൊരു വലിയ രഹസ്യമാണിത്. ഇതിപ്പോഴെങ്കിലും എന്നോട് പറയാൻ തോന്നിയല്ലോ. എന്നോട് എന്താ ഇത്രയും കാലമായിട്ട് നിങ്ങളിത് പറയാതിരുന്നത് എന്നൊക്കെ അവൻ വീണ്ടും തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, നികേഷേ മോനെ നമ്മുടെ അമ്മ വേറെ ആയാലും എന്താടാ, നമ്മുടെ അച്ഛനൊന്നല്ലേ. നീ ഞങ്ങൾക്ക് 3 പേർക്കും എന്നും ഞങ്ങൾ അനിയൻ തന്നെയാണ്. ഇതുവരെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങളുടെ കുഞ്ഞനിയനാടാ നീ. പക്ഷെ എന്ത് പറഞ്ഞിട്ടും നികേഷിനൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. അവൻ ഈ കേട്ട രഹസ്യത്തിൻ്റെ ചൂടിൽ നിൽക്കുകയാണ്. അവനൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ സുഭാഷ് ഏട്ടൻ തല ചൊറിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഏത് നേരത്താണ് ഈ പഴയ സാധനങ്ങൾ എടുക്കാൻ തോന്നിയത്? എടാ ഇത് അങ്ങോട്ട് കൊണ്ടുവച്ചേ. അങ്ങനെ ഹരീഷ് അത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേട്ടോ ആ പെട്ടി. എന്നിട്ട് അവർ സോഫയിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് അവർ വീണ്ടും അവനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നികേഷ് ഏതോ ലോകത്താണ്. നിധിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ഈ രംഗങ്ങളെല്ലാം കണ്ടിട്ട്. ഇത്രയും കാലം സന്തോഷിച്ച് നിൽക്കുന്നവരല്ലേ കണ്ടിട്ടുള്ളൂ. ഇതവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അതും വലിയൊരു രഹസ്യമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. നികേഷ് ആണെങ്കിൽ വീണ്ടും ഈ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു രഹസ്യം എന്നോട് നിങ്ങൾ ഒളിച്ചു വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയാണ്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, എടാ അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് എന്ത് പ്രയോജനം? ഞങ്ങൾ നിന്നെ അറിയിക്കാണ്ടിരുന്നത്
എന്തെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇത് അയാളുടെ വായിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞു. അത് പോട്ടെ, അതുകൊണ്ട് നമുക്കിടയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നൊക്കെ അവൻ പറയാൻ കേട്ടോ. പക്ഷേ നികേഷ് അവനൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. കാരണം അത്രയും തകർന്ന് നിൽക്കുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മേനെ പോലെയല്ല എൻ്റെ അമ്മ. ഊരും പേരും അറിയാത്തൊരു സ്ത്രീ, എവിടുന്ന് വന്നൊരു സ്ത്രീയിലാണ് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നോടിത് ആദ്യം നിങ്ങൾക്ക് പറയാമായിരുന്നു. അത് കേട്ടപ്പോൾ അതീവ ദുഃഖത്തോടു കൂടി സുഭാഷ് പറയുന്നുണ്ട്, എടാ മോനെ, അമ്മ വേറെ ആയാലും എന്താടാ, നീ എനിക്ക് അന്നും ഇന്നും എൻ്റെ അനിയൻ തന്നെയാണ്. ഞാൻ എൻ്റെ ഈ കൈകൾ വെച്ചിട്ടാണ് നിങ്ങൾ 3 പേരെയും വളർത്തിയത്. അതിൽ ഇനി ഒരു മാറ്റമില്ല. ഇനിയിപ്പോൾ നമ്മുടെ അമ്മ വേറെ ആണെങ്കിലും നീ എന്നും എൻ്റെ അനിയൻ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ ഹരീഷും പറയുന്നുണ്ട്, എന്താണ് നികേഷ്, ഇതുകൊണ്ടൊന്നും നമ്മളെ ജീവിതം മാറി മറിയാൻ പോകുന്നില്ലല്ലോ, നീ ഇതൊക്കെ ഒന്ന് വിട്ടേ, നീ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ. പക്ഷെ നികേഷ് എത്ര പറഞ്ഞിട്ടും ഓക്കെ ആവുന്നില്ല. അവൻ എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ. അവൻ പോയതും ഇവരെല്ലാവരും നിസ്സഹായരായിട്ട് അവിടെ ഇരിക്കുകയാണ്, എന്തിനി ചെയ്യും എന്നോർത്തിട്ട്. നികേഷ് പുറത്ത് പോയിരുന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ, നെഞ്ഞു പൊട്ടുന്ന പോലെ കരയാണ്. അപ്പോഴേക്കും ഇവരങ്ങോട്ട് വന്നു. എന്നിട്ട് കൂട്ടി പിടിച്ചിട്ട് ഹരീഷ് പറയുന്നുണ്ട്, നികേഷ് നീ എത്ര വേണമെങ്കിലും കരഞ്ഞോ, നീ കരഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ ഇന്നത്തോടത് അവസാനിക്കണം. നമ്മുടെ അമ്മ വേറെ ആയാലും എന്താടാ, നമ്മൾക്കും വല്ല മാറ്റമുണ്ടോ? ഒരിക്കലും നമ്മൾ മാറാൻ പോകുന്നില്ലല്ലോ. കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് കരഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. നമുക്ക് കഴിഞ്ഞ കാലം തിരുത്താൻ പറ്റുമോ? അതുമില്ല. നീ അതൊക്കെ ഒന്ന് മറക്കാൻ നോക്ക് നികേഷേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾ നിന്നോടൊന്നും പറയാണ്ടിരുന്നത്. അതെന്താ നികേഷ് നീ മനസ്സിലാക്കാത്തത്? ഇനിയിപ്പോൾ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളത് ഓർക്കാഞ്ഞാൽ പോരെ, അതവിടെ കഴിഞ്ഞില്ലേ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കാട്ടോ ഹരീഷ്. പക്ഷേ നികേഷിനൊന്നും തലയിൽ കയറുന്നില്ല. എന്നിട്ട് നികേഷ് ഹരീഷിൻ്റെ കൈ തട്ടിയിട്ട് പറയുന്നുണ്ട്, ഇതാണോ ചെറിയ കാര്യം? എന്തൊരു വലിയ കാര്യമാണത്, എനിക്കിതൊന്നും മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മ എന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല സുഭാഷ് ഏട്ടാ, എന്നെ കൊണ്ട് ഇത് മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയാണ്. അപ്പോഴേക്ക് നിധിയും സുധീഷും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഇത് കാണുകയാണ് കേട്ടോ. സുധീഷും കൂടെ നിധിയും കൂടെ പൊട്ടിക്കരയുന്നുണ്ട് അവിടെ. ആർക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഹരീഷും സുഭാഷും കൂടെ നികേഷിനെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എടാ കരയല്ലേ മോനെ, നീ കരയല്ലേ, ഇതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ പൊട്ടിക്കരയാണ്. അങ്ങനെ സുധീഷ് നിധിനോട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓരോന്ന് പറയാണ് കേട്ടോ. അച്ഛൻ അമ്മേനെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ ഇവിടുന്ന് പോലീസ് കൊണ്ടുപോകുന്നത്. അന്ന് സുഭാഷ് ഏട്ടന് 13 വയസ്സാണ്. കൂടെ ഞാനും ഹരീഷും, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അച്ഛനെ പോലീസ് കൊണ്ടുപോയി കുറേ നാൾ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വീട്ടിലേക്ക് വന്നു. അപ്പോൾ തന്നെ ലോറി എടുത്ത് എങ്ങോട്ടോ പോയി. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെയും വരുന്നത്. അതുവരെ ഞങ്ങൾ 3 പേര് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്ഥാനം ഏട്ടൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നിധി പൊട്ടിക്കരയാണ് കേട്ടോ. കണ്ണെന്ന് കണ്ണീര് ധാരയായിട്ട് ഒഴുകുന്നുണ്ട്. അവൾക്ക് ഒന്നും സഹിക്കാനേ പറ്റുന്നില്ല. അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു നിധിക്ക് ഈ കുടുംബത്തിനോട്. സുധീഷ് വീണ്ടും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനം കൈയടക്കിയൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കൂടെ വന്ന കുഞ്ഞായിരുന്നു നമ്മുടെ നികേഷ്. ഞങ്ങൾ ചോദിച്ചു ഇതാരാന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു നികേഷ് എന്ന് വിളിക്കാൻ. അന്നവൻ കുഞ്ഞാണ്, ചെറിയ കുഞ്ഞ്. അവരിവിടെ വന്നു താമസിച്ചു. പക്ഷേ ഇതാരാണെന്നോ എവിടെയെന്നാണെന്നോ ഒന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ല. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ വരുന്ന അച്ഛൻ്റെ കൂടെ ഒരു സ്ത്രീയും ഒരു കൈക്കുഞ്ഞും. അതെങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്കെന്ന് ആലോചിച്ച് നോക്കിയ നിധി എന്നൊക്കെ അവളോട് പറയാണ് കേട്ടോ. അവളാണെങ്കിൽ നന്നായിട്ട് കരയാണ്. അതൊന്നും അവൾക്കും സങ്കല്പിക്കാനേ പറ്റുന്നില്ല. അന്ന് വെറുത്തതാണ് ഞങ്ങൾ ആ മനുഷ്യനെ. പിന്നെ ഞങ്ങൾക്ക് അയാളോടൊരു തരത്തിലുള്ള സ്നേഹം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അമ്മയെ കൊന്ന് വേറൊരു സ്ത്രീയായിട്ട് വന്നൊരാൾ. നാട്ടുകാർ പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നത് ഈ സ്ത്രീ അച്ഛൻ്റെ ഭാര്യയാണെന്നും ഈ സ്ത്രീയുള്ള ബന്ധം കാരണമാണ് അച്ഛൻ അമ്മേനെ കൊന്നതെന്നൊക്കെ. അതിനുശേഷം ഞങ്ങൾ അയാളെ വെറുത്തു. ആദ്യം ഞങ്ങൾക്കും അവനോട് ഇഷ്ടക്കേടുണ്ടായിരുന്നു. പിന്നീട് സുഭാഷ് ഏട്ടനാണ് അവൻ കുഞ്ഞാണ്, അവൻ പാവാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ മനസ്സ് മാറ്റിയത്. പിന്നീട് അങ്ങോട്ട് അവൻ ഞങ്ങളെ ജീവനായിരുന്നു. അവൻ ഓരോ വാക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴും അവൻ ഓരോ കാലടി വെക്കുമ്പോഴൊക്കെ ഞങ്ങൾ അത്രയും സന്തോഷത്തിലായിരുന്നു. ഞങ്ങളെ സന്തോഷം പിന്നെ അവനായിരുന്നു. പിന്നീട് ആ സ്ത്രീ ഇവിടുന്ന് പോയി, കൂടെ അച്ഛനും പോയി. അന്ന് വൈകുന്നേരം തന്നെ അച്ഛൻ തിരിച്ചു വന്നു. പക്ഷേ ആ സ്ത്രീ എവിടെ പോയെന്നോ എന്തായെന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അമ്മ ഉപേക്ഷിച്ചു പോയ അവനും അമ്മ നഷ്ടപ്പെട്ട ഞങ്ങളും ഒരേ സങ്കടമുള്ള 4 പേര്. ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് ഇവിടെ ജീവിക്കാൻ തുടങ്ങി. അന്ന് തൊട്ടുള്ള ജീവിതമാണിത്. ഇന്ന് വരെ അവനെ ഇതറിയിക്കാതെ ഞങ്ങൾ വളർത്തി. പക്ഷെ ഇന്ന് അയാൾ കാരണം തന്നെ അവനെല്ലാം അറിഞ്ഞു. നികേഷ് ആണെങ്കിൽ വാവിട്ട് നിലവിളിക്കാണ് കേട്ടോ. ഹരീഷും സുഭാഷ് ചേട്ടനും മാറി മാറി അവനെ സമാധാനിപ്പിച്ചിട്ടും അവനൊരു മാറ്റവും. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ അവൻ പറയുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അവരവനെ കൂട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് വീണ്ടും നിധിനോട് പറയാണ്, എനിക്ക് അവൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കുന്നില്ല. ഞങ്ങൾ 4 പേർക്കും അമ്മയില്ലല്ലോ, പിന്നെ ഈ അമ്മ ഇല്ലാത്തവർ തമ്മിൽ എന്തിനാ ഓരോന്ന് പറഞ്ഞ് കരയുന്നത് എന്നൊക്കെ അവനും ഓരോന്ന് പറയാണ് കേട്ടോ. നിധിക്കാണെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുക്കാനും ഇല്ല. എന്നിട്ട് സുധീഷ് നേരെ അവരുടെ അടുത്തേക്ക് പോവാണ്.
എന്നിട്ട് സുധീഷ് അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് പൊട്ടിക്കരയാനിട്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ തൻ്റെ 3 അനിയന്മാരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. കൂടെ തന്നെ സുധീഷ് നികേഷിനെയും തലോടുന്നുണ്ട് കേട്ടോ, ഹരീഷും. അങ്ങനെ ആ 3 അനിയന്മാരെ തൻ്റെ ചിറകിലൊതുക്കി ഏട്ടൻ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. ഒരു കാരണവശാലും ഞങ്ങളുടെ കുടുംബം തകരില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി തുടർന്നുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക്